أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവ്വലോക സംരക്ഷകനും നേതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടൊന്നും കൂടെ എവിടെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആമുഖമായി നിങ്ങളെ ഓതിക്കേൽപ്പിച്ച പരിശുദ്ധ ഖുർആന്റെ വചനം സൂറത്ത് ഹജ്ജിലെ 77-ാമത്തെ ആയത്താണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയം അത് നേടിയെടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആയത്തിന്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ. ഒരു അധ്യാപകൻ തന്റെ ക്ലാസ്സിലുള്ള കുട്ടികളോട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ നേടിയെടുക്കുന്ന വിജയം എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ്സിലുള്ള കുട്ടികളിൽ ഒരു വിദ്യാർത്ഥി മറുപടി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ധാരാളം പണം സമ്പാദിക്കുക എന്നതാണ് ഞാൻ കാണുന്ന ഈ ലോകത്തെ വിജയം എന്ന് പറയുന്നു. മറ്റൊരു വിദ്യാർത്ഥി മറുപടി പറഞ്ഞത്, പണം സമ്പാദിക്കലല്ല, എനിക്ക് വലിയ പദവി ഉണ്ടാവുക, വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഈ ലോകത്തെ വലിയ വിജയമായി ഞാൻ കാണുന്നത്. മറ്റൊരാൾ പറഞ്ഞു, അതല്ല, പണവും സമ്പാദ്യവും പദവിയും ഒക്കെ ഉണ്ടായാലും അതിനേക്കാൾ വലിയ വിജയമായി ഞാൻ കാണുന്നത് വലിയ പോപ്പുലാരിറ്റി ഉണ്ടാവുക, ആളുകൾ കൂടുതൽ എന്നെ അറിയുക, ഞാൻ വലിയ സെലിബ്രിറ്റി ആവുക എന്നതാണ് എന്റെ ആഗ്രഹവും എന്റെ വിജയവുമായി കാണുന്നത് എന്ന് പറഞ്ഞ കുട്ടികളോട് ആ അധ്യാപകൻ, ഇതൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഈ ലോകത്തെ വിജയമാണെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് അതൊന്നുമല്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് സൂറത്തു ഹജ്ജിലെ 77-ാമത്തെ വചനം ഓതിക്കേൽപ്പിക്കുകയാണ്. ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വിജയികളായേക്കാം, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതാണ് ആത്യന്തികമായ വിജയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
യഥാർത്ഥത്തിൽ ജീവിത വിജയമെന്നും വിചാരിക്കുന്നത് ആ കുട്ടികൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ നമ്മുടെ കൺമുന്നിൽ വാഹിറായി പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ കാലാകാലം ജീവിക്കുന്ന പരലോകത്തെ വിജയമാണ്. അതിന് ആ അധ്യാപകൻ ഒരു ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഒരു കടൽ തീരത്ത് മണലിൽ ഒരു മനുഷ്യന് വളരെ ശ്രദ്ധയോടുകൂടി ഒരു മണൽ കൊട്ടാരം പണിയുക. ആ കടൽ തീരത്തേക്ക് വന്ന ആളുകളും കുട്ടികളും എല്ലാം ഒരുമിച്ച് അത്ഭുതത്തോടു കൂടിയും ആശ്ചര്യത്തോടു കൂടിയും അതിനെ നോക്കിക്കാണുന്നു. മനോഹരമായ ഒരു കൊട്ടാരം, എത്ര ശ്രദ്ധയോടെയും കരുതലോടെയും കൂടിയാണ് അദ്ദേഹം ആ മണൽ കൊട്ടാരം പണിതുണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നിൽക്കെ ആശീർവാദങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ട്. എല്ലാവരും പരസ്പരം അദ്ദേഹത്തിന്റെ കഴിവിനെ പ്രശംസിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആർത്തിരം വന്ന തിരമാലകളിൽ ഒന്ന് അടിച്ചു വീശി ആ മണൽ കൊട്ടാരം അവിടെ ഇല്ലാത്ത വിധം അത് തകർന്നു പോകുന്ന കാഴ്ച അവർ കാണുന്നത്. എന്നിട്ട് അധ്യാപകൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അദ്ദേഹം അത് പണിയേണ്ട സ്ഥലത്തല്ല ആ കൊട്ടാരം പണിഞ്ഞത് എന്നതുകൊണ്ടാണ് അത് മുഴുവനും നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയുകയാണ്. എന്നെന്നും നിലനിൽക്കുന്ന, തകർന്നടിയാത്ത, നശിച്ചു പോകാത്ത ഒരിടത്താണ് അത് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അതവിടെ നിലനിൽക്കുമായിരുന്നു എന്നതാണ്. സ്ഥിരതയുള്ള സ്ഥലത്ത് വിജയിക്കാൻ സാധിക്കുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവൻ ചിന്തിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും. അങ്ങനെ സ്ഥിരതയുള്ള ഒരു ലോകത്ത് വിജയിക്കേണ്ട പ്രധാനപ്പെട്ട 4 തൂണുകളെയാണ് സൂറത്തുൽ ഹജ്ജിലെ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യരൊക്കെ വലിയൊരു ഓട്ട മത്സരത്തിലാണ്. ഒരു ട്രാക്കിൽ ഒരു 100 മീറ്റർ റേസ് ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം വിജയിക്കണമെന്നാണ്. എല്ലാവരും ആ ട്രാക്കിലൂടെ ഓടുന്നുണ്ട്. ചിലര് തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുന്നുണ്ട്, ആ തുടക്കം പിഴച്ചു പോകുന്നുണ്ട്. ചില ആളുകൾ ട്രാക്ക് തെറ്റി ഓടുന്നു, ചിലർ പകുതിക്ക് കുഴഞ്ഞ് നിർത്തുന്നു, മറ്റു ചിലർ കൃത്യതയോടുകൂടിയും അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ആ ട്രാക്കിലൂടെ ഓടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നു. ഈ ലോകത്ത് അങ്ങനെയുള്ള ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ട്രാക്ക്, ആ ട്രാക്കിലൂടെ നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബാണ്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായി ആ ട്രാക്കിലൂടെ വഴിയിൽ നിൽക്കാതെ, വഴി തെറ്റി ഓടാതെ നേരെ ഓടി അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയാൽ മാത്രമേ ഒരു മനുഷ്യനെ വിജയിക്കാൻ കഴിയുള്ളൂ. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ക്ലിയറായ റൂട്ട് മാപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് നൽകിയിരിക്കുകയാണ് ഇസ്ലാമിലൂടെ. ആ വിജയത്തിന്റെ ആ മാപ്പാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ വചനത്തിലൂടെ നമ്മളിലേക്ക് നൽകിയിട്ടുള്ളത്. മരണശയ്യയിൽ കിടക്കുമ്പോൾ ചില മനുഷ്യരുടെ വിലാപത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത്, പടച്ചവനെ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ, ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചു കൊള്ളാം, ഞങ്ങൾ സ്വതന്ത്ര കൊടുത്തുകൊള്ളാം എന്ന് പറയുന്ന വിലാപത്തിന്റെ വാക്കുകളുണ്ട്. അവസാനം വരെ അനസമായി ജീവിച്ചിട്ട് അവസാനം നേരെയാകാം എന്ന് ചിന്തിച്ചാൽ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ചില ആളുകൾക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ വളരെ കൃത്യമായ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം എന്നതാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥ വിജയം എന്താണെന്നും അതെങ്ങനെ നേടിയെടുക്കണമെന്നും അല്ലാഹു ഒരൊറ്റ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇർകഉ വസ്ജുദു. അല്ലാഹു നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഅ് ചെയ്യൂ, നിങ്ങൾ സുജൂദ് ചെയ്യൂ. വഅബ്ദു റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കൂ. വഫ്അലുൽ ഖൈറ, നിങ്ങൾ സാമൂഹ്യപരമായ നല്ല കാര്യങ്ങൾ ചെയ്യൂ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്നാണ്. വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 തൂണുകളാണ്, സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു കൽപ്പിക്കുന്നത്. ഒന്ന്, ഇർകഉ വസ്ജുദു, മനുഷ്യൻ അല്ലാഹുവിനോട് നന്ദിയുടെയും വിനയത്തിന്റെയും ഭാഗികമായ ഒരു മേഖലയാണ് റുകൂഅ് എന്ന് പറയുന്നത്. വസ്ജുദു എന്ന് പറഞ്ഞാൽ അല്ലാഹുവുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിയുന്ന, റബ്ബുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു മേഖലയാണ് സുജൂദ് എന്ന് പറയുന്നത്, അഥവാ നമസ്കാരം. ആ നമസ്കാരത്തിലെ 2 പ്രധാനപ്പെട്ട കർമ്മങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് അല്ലാഹു സൂചിപ്പിക്കുകയാണ്, നിങ്ങളത് കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം. അതുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നത്, ലഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്.
ആ വിജയിക്കുന്നവർ മുഅ്മിനീങ്ങളാണ്. അവരുടെ ഒന്നാമത്തെ ഗുണം എന്താണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. കൃത്യവും ഭയഭക്തിയോടുകൂടിയും നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ആ വിജയിക്കുന്നവർ എന്നാണ്. ഇസ്ലാം എന്ന് പറയുന്ന കെട്ടിടത്തിന്റെ അതിന്റെ കൃത്യമായ ആ കെട്ടിടം നിലനിൽക്കുന്നത് തന്നെ നമസ്കാരത്തിന്റെ മേലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റഅ്സുൽ അംറിൽ ഇസ്ലാമി വ അമൂദുഹുസ് സ്വലാത്ത്. റഅ്സുൽ അംറിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഇസ്ലാം എന്ന് പറയുന്നത് കാര്യങ്ങളുടെ തലയാണ്. എന്നാൽ വ അമൂദുഹുസ് സ്വലാത്ത്, അതിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഇസ്ലാം എന്ന് പറയുന്ന കെട്ടിടം ഒരു മുസ്ലിമാണെങ്കിൽ ആ കെട്ടിടത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് നമസ്കാരമാണ്. അതിന്റെ റക്കൂഉം അതിന്റെ സുജൂദും ശ്രേഷ്ഠമായ ഇബാദത്ത്, അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവർ വിജയിക്കും എന്നാണ്. ആ ഒരു കെട്ടിടത്തിന്റെ തൂണ് തകർന്നാൽ പിന്നെ ആ കെട്ടിടം അവിടെ നിലനിൽക്കൂല, അത് തകർന്നടിഞ്ഞ് നിലത്തേക്ക് വീഴും. എന്നതുപോലെ തന്നെയാണ് നമസ്കാരം എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ, അത് ആ മേഖലയിൽ അവൻ പരാജയപ്പെട്ടാൽ അവന്റെ ഇസ്ലാം നിന്ന് തകർന്നു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവന്റെ സമാധാനം നഷ്ടപ്പെടും, അവന്റെ സ്വസ്ഥത നഷ്ടപ്പെടും, അവന്റെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതം പുതുസായി മാറും, എല്ലാ നിലക്കുള്ള പരീക്ഷണങ്ങളിൽ അവൻ പരാജയപ്പെട്ടു പോകും എന്നാണ് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവന്റെ ശ്രേഷ്ഠത പഠിപ്പിക്കുമ്പോൾ പറയുന്നത്, നാളെ പരലോകത്ത് മഹ്ശറയിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവന്റെ കർമ്മങ്ങളിൽ ഒന്നാമത്തെ വിചാരണ ഖിയാമത്ത് നാളിൽ ഒന്നാമത്തെ വിചാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് അവന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും. മറ്റു കർമ്മങ്ങളൊക്കെ പിന്നീടാണ് ചെയ്യുക. നോമ്പും സക്കാത്തും സ്വതക്കയും മറ്റ് ഇബാദത്തുകളും ഒക്കെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഒന്നാമതായി അല്ലാഹു ചെയ്യുന്നത് ആ കർമ്മത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് എന്ന് ഇമാം അബൂ ദാവൂദ് തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസത്തെ, വേർതിരിവിനെ ഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിക്കലാണ് കുഫറിന്റെയും അതുപോലെ തന്നെ ഇടയിലുള്ള ആ ഒരു ഇടയിലുള്ള മതിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ, നമസ്കാരം അതിൽ പരാജയപ്പെടുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു മുഅ്മിനെന്ന് ഒരു സത്യവിശ്വാസി എന്ന് പറയാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സത്യവിശ്വാസി എന്ന് വിളിക്കാൻ കഴിയുന്നത് നമസ്കാരം നിലനിർത്തുന്നവനെയാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നവരെ കാണാൻ കഴിയും. ഒരു മുഅ്മിന്, മുസ്ലിമായ ഒരു മുഅ്മിന്, ഒരു മുത്തഖി, ഒരു മുഹ്സിൻ എന്നൊക്കെ ഒരാളെ പറയണമെങ്കിൽ അവർ നമസ്കാരം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ ഇബാദത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് ഉപേക്ഷിച്ചാൽ ദീപ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ ഗൗരവത്തെ ഉണർത്താൻ പറയാണ്. അസ്ർ നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവമായ ഉപേക്ഷ വരുത്തി കഴിഞ്ഞാൽ അവന്റെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു, അവന്റെ കർമ്മങ്ങൾ ബാത്തിലായി പോകും, നഷ്ടപ്പെട്ടു പോകും എന്ന് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, അവിടെ അള്ളാഹു അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ തൂണായി റുകൂഉം സുജൂദിനെയും പരിചയപ്പെടുത്തിയത്. റുകൂഅ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിലുള്ള വിനയത്തെയും, സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിലുള്ള അടുപ്പത്തെയും, അത്രയും ക്ലോസ് ആയി റബ്ബിനോട് അടുക്കുന്നതിനെയുമാണ് സുജൂദ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു അടിമ അള്ളാഹുമായി ഏറ്റവും അടുത്ത സന്ദർഭം എന്ന് പറയുന്നത് സുജൂദാണ്. സുജൂദിന്റെ വേളയിലാണ് റബ്ബുമായി ഏറ്റവും അടുത്ത സന്ദർഭം. അതുകൊണ്ടാണ് സുന്നത്ത് നമസ്കാരങ്ങളിലെ സുജൂദിൽ അള്ളാഹിനോട് ധാരാളം നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അള്ളാഹുവുമായി, ലോകത്തിന്റെ സൃഷ്ടാവുമായി അവന്റെ അടിമ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ് സുജൂദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. തല താഴെ വെച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞത്. തദബ്ബുറുൽ ഖുർആൻ വളരെ ശ്രേഷ്ഠമായ ഇബാദത്താണെന്ന് നമ്മൾ ഖുത്ബയിൽ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് തദബ്ബുറുൽ ഖുർആൻ വളരെ ശ്രേഷ്ഠമായ ഇബാദത്തായി മാറിയത്? അത് അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഖുർആന്റെ വചനങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാണ്. അതുപോലെ തന്നെ സുജൂദ് എന്ന് പറഞ്ഞാൽ അവന്റെ തല, അവന്റെ നെറ്റിത്തടം നിലത്തേക്ക് വെച്ച് റബ്ബിന്റെ മുന്നിൽ ഏറ്റവും അടുത്ത അക്രമമായിട്ടുള്ള ഒരു സമയമാണ്. അക്രമമായ അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് സുജൂദ് എന്ന് അതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ആ ഒരു
ആ ഒരു പ്രത്യേകത ഒരു വിശ്വാസിക്ക് കിട്ടുന്നതാണ് നമസ്കാരം. എത്രയോ നമസ്കാരമാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഫർദായ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങൾ എത്ര സുജൂദുകൾ നിർവഹിക്കുന്നു. ആ ഒരു മനസ്സോടുകൂടി ആ സുജൂദിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോഴാണ് ഒരു വിശ്വാസി ആ നമസ്കാരത്തിന്റെ മാധുര്യം നുകരാൻ കഴിയുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിശാചിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ശത്രുവായ പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഒരാൾ സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ, ഇപ്പൊ ഖുർആൻ ഓതുമ്പോ ഖുർആനിൽ തിലാവത്തിന് സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഈ ആയത്ത് പോലും സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്ത് പോലും തിലാവത്തിന് സുജൂദുള്ള സ്ഥലമാണ്. ആ സുജൂദിന്റെ സ്ഥലം എത്തുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ പിശാച് പറയുമെന്നാണ്. പിശാചിനെ ഇങ്ങനെ കാണുമ്പോ വിങ്ങിപ്പൊട്ടി കരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആദമിന്റെ മകൻ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ ഓരോ സുജൂദിനും പിശാച് ആ സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് പിശാച് പറയും, അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ അടിമ അള്ളാഹുവിന് സുജൂദ് ചെയ്തു, അവന് സ്വർഗമുണ്ട്. അള്ളാഹു എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അഹങ്കരിച്ചു മാറിയിരുന്നു, എനിക്ക് നരകമുണ്ട് എന്ന് പിശാച് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് സുജൂദ്, റുകൂഅ് ഇത് വളരെ കൃത്യമായി നിർവഹിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. മനസ്സിന് ആശ്വാസം ലഭിക്കണോ, സമാധാനം കിട്ടണോ, നമസ്കാരത്തിലേക്ക് മടങ്ങൂ. അല്ലെ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ച മുശ്രിക്കുകൾ ആക്രമിച്ചപ്പോൾ വല്ലാത്ത പ്രയാസങ്ങൾ മക്കാ മുശ്രിക്കുകൾ ആ പ്രവാചകന്റെ നേരെ അതുപോലെ തന്നെ പല ആക്ഷേപവാക്യങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ അഴിച്ചുവിട്ട സാഹചര്യത്തിൽ അവിടെ അല്ലാഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, വലക്കദിനഅലമു, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അവൻ പ്രവാചകനെ അഴിച്ചുവിടുന്ന ഈ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കാരണം അങ്ങയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് വിഷമിക്കുന്നുണ്ടെന്ന് നാം അറിയുന്നുണ്ട് എന്ന് അമ്മ പറയാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നബിയോട് കൽപ്പിക്കാൻ, നീ അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. നിന്റെ മനസ്സിന് സമാധാനം കിട്ടാനുള്ള മാർഗമാണ് ഇത്. നമുക്കുള്ള മരുന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നൂറായിരം പ്രശ്നങ്ങളല്ലേ, കുടുംബ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങള്, മക്കളുടെ കാര്യങ്ങള്, സാമ്പത്തികമായ പ്രതിസന്ധികള്, അതുപോലെ തന്നെ സാമൂഹികമായ പ്രതിസന്ധികള്, നൂറായിരം കുഴപ്പങ്ങളും അതുപോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിന്റെ നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് മുഴുവനും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരം സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിജയത്തിന്റെ മാർഗമാണ് നിന്റെ റബ്ബിനെ കുറിച്ച് നീ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന മനസ്സുകൊണ്ട്. എന്നിട്ട് നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലേക്ക് വരൂ, നീ സുജൂദ് ചെയ്യൂ, നീ നമസ്കരിക്കൂ, നീ റുകൂഅ് ചെയ്യൂ. ആ സുജൂദിൽ അല്ലാഹുവുമായി കൂടുതൽ സമയത്ത് റബ്ബിനോട് നേടൂ എന്ന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിന്റെ 98 വചനങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന ഏറ്റവും നല്ലൊരു സന്ദർഭമാണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ശരിയാക്കേണ്ടത് അള്ളാഹുമായിട്ടുള്ള ബന്ധമായിട്ടുള്ള നമസ്കാരവും സുജൂദുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നമസ്കാരം എന്ന് പറയുമ്പോൾ വെറും 5 മിനിറ്റ് നിർവഹിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാത്രം ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ കാണരുത്. അത് നമ്മുടെ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകണം, ഭയഭക്തി ഉണ്ടാകണം. ആ നിലക്കുള്ള നമസ്കാരമാണ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. നമസ്കാരം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള നമസ്കാരം എന്ന് പറയുന്നത് അതിന്റെ ഇടയിലുള്ള മതിലാണ്. അതുപോലെ നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്, അഹ്ദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കരാറിൽ ലംഘനം നടത്തിയാൽ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കേവലം നമസ്കരിക്കുക എന്നതല്ല, മറിച്ച് കൃത്യസമയത്ത് കിതാബൻ മൗഖൂത, സമയബന്ധിതമായി നിർണ്ണയിക്കപ്പെട്ട ആരാധന എന്ന നിലയ്ക്ക് നിർവഹിക്കണം. സമയത്തല്ല, ജോലിയെല്ലാം കഴിഞ്ഞിട്ടല്ല, കടയിലെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടല്ല, എപ്പോഴും കൃത്യമായി നമസ്കരിച്ചു പോകുന്ന ഒരു വിശ്വാസി അവന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ കൂടെ അവൻ കൃത്യമായി പൂർത്തിയാക്കി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ 5 തരക്കാരായ നമസ്കാരക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. 5 തരക്കാരാണ് നമസ്കാരത്തിൽ കാണാൻ സാധിക്കും. നമസ്കാരത്തിന്റെ ബാഹ്യമായ രൂപമുണ്ട്, അതുപോലെ തന്നെ അവന്റെ ആന്തരികമായ ഒരു പുറമേ ഉള്ളതും അതുപോലെ തന്നെ അകമേ ഉള്ള വിഷയങ്ങളുണ്ട്. പുറമേ ഉള്ളതെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് വുളൂ കൃത്യമാക്കുക, അതുപോലെ തന്നെ സ്വഫ് ക്രമീകരിക്കുക, കൃത്യമായി ക്രമീകരിക്കുക, അതുപോലെ തന്നെ അവന്റെ നമസ്കാരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് പുറമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സന്ദർഭമായി പറയാൻ, ജുമാ നടക്കുമ്പോൾ പോലും ബാങ്കിലെ സ്വഫ് ക്രമീകരിക്കുന്ന നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. പല ആളുകളും അവസാനം വരുന്ന ആളുകൾ ബാക്കില് എന്താ ചെയ്യാ, ചില ആളുകൾ സഫ് എന്ന് പറഞ്ഞാൽ ആദ്യം സെൻട്രലിലാണ് ആള് വരിക, സഫ് തുടങ്ങുന്നത്, പിന്നെ വലതുഭാഗത്താണ് രണ്ടാമത് വരുന്ന ആൾ, മൂന്നാമത് വരുന്ന ആൾ ഇടതുഭാഗത്ത്.
പിന്നീട് വരുന്നവരുടെ മുൻഗണന വലുതാണ്. ഇങ്ങനെയാണ് സഫ് ക്രമീകരിക്കേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ചില ആളുകളൊക്കെ പോയിട്ട് അറ്റം പിടിക്കും, അല്ലെ, മതിലിനോട് ചേർന്ന് ഭിത്തിയോട് ചേർന്ന് അവിടെ ഇങ്ങോട്ട് സഫ് ക്രമീകരിക്കാം, സെൻട്രൽ പോയി നടക്കാം. ഒരാൾ സെൻട്രൽ നിന്നാലും ആ സൈഡിൽ പോയി നിൽക്കാം. സഫ് ക്രമീകരിച്ച് നിസ്കാരം ശരിയാവുന്നത് എങ്ങനെയാണ്? അള്ളാഹു ആ നിസ്കാരം സ്വീകരിക്കും, അതിന്റെ ജമാഅത്തിന്റെ കൂലി വിടുമോ? അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സഫ് ക്രമീകരണം, ഒന്നു കൃത്യമായി എടുക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ആന്തരികമായി നമ്മുടെ മനസ്സിലുള്ള ഭയഭക്തി, ഇഖ്ലാസ്, നമ്മുടെ തഖ്വ, ഇതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നമസ്കരിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒന്നാമത്തെ നമസ്കാരക്കാരെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഷയത്തിലും അശ്രദ്ധരാണ്. കൃത്യമായി വുളൂ ചെയ്യൂല, നമസ്കാരം കൃത്യമായി ശാന്തമായി നിർവഹിക്കില്ല. അതുപോലെ തന്നെ നമസ്കാരത്തിൽ നിന്നാൽ ഖുശൂഇല്ല, അശ്രദ്ധയാണ്, മറ്റു ചിന്തകളാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അത്തരം നമസ്കാരക്കാരെ കുറിച്ച് അദ്ദേഹം പറയുന്നു, അത് നമസ്കാരം പാഴായവരാണ്. നമസ്കാരം അവാബിസ്ലാത്ത് പറഞ്ഞില്ലേ, നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, കേവല പ്രവർത്തനങ്ങളായി മാത്രം മാറുന്ന ആളുകളാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ആളുകൾ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരം കൃത്യമായി അവര് വുളൂ ചെയ്യും, അതുപോലെ തന്നെ സഫുകൾ ക്രമീകരിക്കും, അങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അകമേ നോക്കിയാണെങ്കിൽ അവർ അശ്രദ്ധരാണ്. അവരുടെ ചിന്ത കൈ കെട്ടിക്കഴിഞ്ഞാൽ, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ചിന്തകൾ പല കാര്യങ്ങളിലേക്ക്, കച്ചവടങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടുകാരിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്ക്, ലോകകാര്യങ്ങളിലേക്ക് ഒക്കെ പോവുകയാണ്, ശ്രദ്ധ പോവുകയാണ്. നമസ്കാരത്തിൽ നിർവഹിക്കുന്ന ആ പ്രാർത്ഥനകളെ കുറിച്ച് ഒന്നും ചിന്തയില്ലാതെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരുടെ കാര്യം നമുക്കറിയില്ല, അള്ളാഹു സ്വീകരിക്കുമെന്ന് അറിയില്ല. അതൊരു റബ്ബിന്റെ അടുത്തേക്ക് പോണ കാര്യമാണ്, അത് ചിലപ്പോൾ സ്വീകരിക്കപ്പെടില്ല. അതൊരു ഗൗരവ വിഷയം. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് റബ്ബിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടുകയോ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാതെ പോകുന്ന ഒരവസ്ഥ. അതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള കാര്യങ്ങൾ കൃത്യമാണ്, നമസ്കാരത്തിന്റെ ഉദൂവും അതുപോലെ സഫും ഇതെല്ലാം ക്രമീകരിച്ച് കൃത്യമായ നമസ്കാരം നിർവഹിക്കും. എന്നാൽ അകമേ അവർ അള്ളാഹുവിലേക്ക് ശ്രദ്ധിച്ച് നമസ്കരിക്കാൻ ശ്രമിക്കും. ഇടയ്ക്കിടയ്ക്ക് മറ്റു ചിന്തകൾ വരും, അപ്പോഴും അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്തും. വീണ്ടും അള്ളാഹുവിന്റെ ആ പ്രാർത്ഥനകളിലേക്കും അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ഓർമ്മയിലേക്കും അവർ വരും. അപ്പോഴും മറ്റു ചിന്തകൾ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു വരും. അങ്ങനെ നമസ്കാരത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, തഖ്വയോടെ ഖുശൂഅോടെ നിസ്കരിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അത് പ്രതിഫലാർഹമായ നമസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. നാലാമത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ രണ്ടും ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ മറ്റ് ഭാഗ്യമായ കർമ്മങ്ങളൊക്കെ ഓക്കെയാണ്, അതുപോലെ തന്നെ ഉള്ളിലും അള്ളാഹുവിന് ആ പ്രാർത്ഥനകളും അതിലുള്ള ദിക്റുകളും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി പൂർണ്ണമായും അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുന്ന ഒരു രൂപമാണ്. ഇതിന് വമ്പിച്ച പ്രതിഫലമാണ് ഈ നമസ്കാരത്തിന് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അഞ്ചാമത്തെ ഒരു രൂപമുണ്ട്, അത് ഏറ്റവും വലിയൊരു മർത്തബയാണ്, ഏറ്റവും വലിയൊരു ദർജയാണ്. അതേതാണെന്ന് അറിയുമോ? ഈ പറഞ്ഞ രൂപങ്ങളൊക്കെ ശരിയായി ശ്രമിക്കുന്നതിനോടൊപ്പം അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ കാര്യങ്ങളെക്കാളും അവർക്ക് ഏറ്റവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്ന നമസ്കാരത്തിലാണ്. നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം, അവർക്ക് നമസ്കാരത്തിലാണ് ആശ്വാസം. എന്ത് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായാലും അവർ വന്ന് അള്ളാഹിന്റെ മുന്നിൽ കൈകെട്ടിയാൽ അവർക്ക് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും. ഈസാനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അവൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു അവരെ കാണുന്നുണ്ട്, റബ്ബ് നമ്മുടെ മുന്നിലുണ്ട് എന്ന ചിന്തയോടുകൂടി നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവിനെ കണ്ടാൽ ആ റബ്ബിന്റെ മുന്നിൽ എങ്ങനെ നമസ്കരിക്കുമോ അതുപോലെ ആശ്വാസത്തോടുകൂടി പ്രവാചക നമസ്കാരം പോലെ ബിലാൽ നമസ്കാരത്തിന് ആശ്വാസം കണ്ടെത്തുന്നത് പോലെ, കൺകുളിർമ കണ്ടെത്തുന്നത് പോലെ നമസ്കരിക്കുന്ന ആ നമസ്കാരത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ആ പൂർത്തീകരണത്തോട് നിർവഹിക്കുന്ന നമസ്കാരം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പദ്ധതി. അതും ആദ്യത്തെ ആളുകളുമായി തമ്മിലുള്ള വ്യത്യാസം ആകാശഭൂമികളുടെ ഇടയിലുള്ള വ്യത്യാസമാണ്. അത്രയും മഹത്വം ആ നമസ്കാരത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. സഹോദരങ്ങളെ, ആ നിലക്കുള്ള ഒരു നമസ്കാരക്കാരായി മാറാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ ആ അശ്രദ്ധകൾ മാറ്റി കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണം. അങ്ങനെ ഒന്നാമത്തെ വിജയത്തിന്റെ തൂൺ നമ്മൾ കൃത്യമായി പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അസ്സലാത്തു നൂറുൻ, നമസ്കാരം ജീവിതത്തിന്റെ വഴികളിൽ നരകത്തിന്റെ കത്തികാളുന്ന സ്വർഗത്തിന്റെ വിഭാഗത്തിലേക്ക് പറന്നുയരാനുള്ള ആ പ്രകാശഗോപുരമാണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഒന്നാമതായി ഉണ്ടാകണം. ഇതാണ് അല്ലാഹു ഒന്നാമതായി പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ആരാധനകളിൽ മുഴുകുക എന്നതാണ്. അല്ലാഹു, നിങ്ങൾ ആരാധന നിർവഹിക്കുക, അള്ളാഹുവിന്റെ അടിമയാവുക, ഞാനൊരു അബിദാണ് എന്ന ചിന്ത ഉണ്ടാവുക. പ്രപഞ്ചനാഥന്റെ ദാസനാവുക എന്നതിനേക്കാൾ വലിയ പദവി ഈ ലോകത്ത് വേറെ ഏതാണുള്ളത്? ഈ ലോകത്ത് കോടാനുകൂടി മനുഷ്യരുണ്ട്, അവരുടെ ഇടയിൽ ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്, അതിനേക്കാൾ വലിയ പദവി ഏതാണ് സഹോദരങ്ങളെ നമുക്ക് കിട്ടാനുള്ളത്? അങ്ങനെയുള്ള ഒരു അടിമയായി മാറുക. അള്ളാഹ് എന്തിനാണ് ഈ ലോകത്തിൽ ഈ സൃഷ്ടിചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത്?
അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മനുഷ്യന് വേണ്ടി ഇതെല്ലാം സംവിധാനിച്ച റബ്ബ്, ആകാശഭൂമികളെ സംവിധാനിച്ച റബ്ബ്, ഈ സർവ്വജനാലയങ്ങളെ സംവിധാനിച്ച റബ്ബ്, ആ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. ആ ഇബാദത്ത് എടുക്കുന്നവരെ അബുദാവുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതിനേക്കാൾ വലിയ അന്തസ് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് വേറെ എന്ത് കിട്ടാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ആരാധന അള്ളാഹുവിനെ നിർവഹിക്കുക, ഇതാണ് രണ്ടാമത്തെ വിജയത്തിന്റെ മാർഗം. എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അത് കൃത്യമായി ആ നിർവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്ന സമഗ്രമായ ആ ഒരു നിർവചനം, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹു മിൻ അഖ്വാലി വൽ അഅ്മാലി ളാഹിറത്തി വൽ ബാത്തിന. പ്രത്യക്ഷവും പരോക്ഷവുമായ, അള്ളാഹു ഇഷ്ടപ്പെടുന്നതും റബ്ബിന്റെ തൃപ്തിപ്പെടുന്നതുമായ എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും ഉൾക്കൊള്ളുന്ന ഒരു പൊതുനാമമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അത് നോമ്പ് മാത്രമല്ല, അത് നമസ്കാരം മാത്രമല്ല, അത് ഹജ്ജ് മാത്രമല്ല, അത് സക്കാത്ത് മാത്രമല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയും റബ്ബിന്റെ ഇഷ്ടവും കാക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന എല്ലാ കൗലുകളും, നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അതെല്ലാം കൃത്യമായി പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിലാണെങ്കിൽ അതിനെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബാദത്തിന് പ്രധാനപ്പെട്ട 3 തൂണുകളുണ്ട്. ഒന്ന് കമാലുൽ മഹബ്ബ, കമാലുൽ ഖൗഫ്, കമാലുൽ റജാഅ്. അതായത് മഹബ്ബത്തും ഖൗഫും റജാഉം, അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അള്ളാഹു നമ്മുടെ പാപം പൊറുക്കും, അള്ളാഹു കാരുണ്യവാനാണ്, റബ്ബ് നമുക്ക് പ്രതിഫലം നൽകും എന്ന പ്രതീക്ഷയും, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, റബ്ബിന്റെ കൽപ്പനകൾ ശിക്ഷയെ പേടിച്ചുകൊണ്ടും അവന്റെ പ്രീതി നഷ്ടപ്പെടുമെന്നതിനെ ഭയപ്പെട്ടുകൊണ്ടും മുന്നോട്ട് പോകുന്ന അവസ്ഥയും, അതുപോലെ തന്നെ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്നേഹം, അവന്റെ മനസ്സിന്റെ അങ്ങേയറ്റത്തെ അശദ്ദു ഹുബ്ബില്ല എന്ന് പറഞ്ഞാൽ കഠിനമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം നേടിയെടുക്കുവാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇബാദത്താണ്. അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. ഏറ്റവും ശക്തമായ നിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യുന്നു, എന്താണ് നിന്റെ നിയത്ത് എന്ന് ചോദിച്ചാൽ, എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം കൊണ്ട് സ്വർഗം കിട്ടൂ? അതിന് പകരമായിട്ട് സ്വർഗം കിട്ടും? സ്വർഗം അത്രമേൽ അത്യുന്നതമാണ്. അള്ളാഹു വിശ്വാസികൾ കൊടുക്കുന്ന സമ്മാനമാണ് സ്വർഗം. ഒരാളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗം കിട്ടില്ല, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും ശക്തമായ നിയത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാം, സ്വർഗം ആഗ്രഹിക്കാം. പക്ഷെ അവൻ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിന് ഏറ്റവും വലിയ നിയത്ത് ആ സ്വർഗവും, അതുപോലെ റബ്ബിന്റെ തൃപ്തിയും, റബ്ബിന്റെ ഇഷ്ടവും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും, അതുപോലെ റബ്ബിലുള്ള പ്രതീക്ഷയും, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നതെന്ന നിയത്താണ് അത് ഏറ്റവും ശക്തമായിരിക്കുന്നത്. അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഈ നിലക്കൊരു നിയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹോദരങ്ങൾ ശ്രമിക്കണം. നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന സത്യവാക്കുകൾ അത് ഇബാദത്താണ്. നമ്മളുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം അത് ഇബാദത്താണ്. ഒരു ഭാര്യ വീട്ടില് ജോലി ഭക്ഷണം ഉണ്ടാക്കി ഭർത്താക്കിനെയും മക്കളെയും കുടുംബത്തിനും നൽകുകയാണെങ്കിൽ ആ അവരുടെ മനസ്സിൽ ആ ഒരു മഹബ്ബത്തും ആ ഒരു റജാഉം, അതുപോലെ തന്നെ ആ ഒരു അള്ളാഹുവിനെ കുറിച്ചുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. അവർ ചെയ്യുന്ന ജോലി ഇബാദത്താണ്. വീട്ടിന് വേണ്ടി യാതൊന്നില്ലാതെ ഈ കഠിനമായ ജോലിയും അധ്വാനിക്കുമ്പോൾ ആ ഒരു നിയത്ത് നമുക്കുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള മഹബ്ബത്തും ഒരു റജാഉം ഒരു ഖൗഫും ഉണ്ടെങ്കിൽ അതും ഇബാദത്താണ്. ഇങ്ങനെ ജീവിതം മുഴുവൻ ഇബാദത്താക്കി മാറ്റി അള്ളാഹുവിന്റെ ഒരു അബുദായി മാറുക, ഇതാണ് രണ്ടാമത്തെ വിജയത്തിന്റെ മാർഗം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകി. സഹോദരങ്ങളെ, അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജോലിയും കച്ചവടവും എല്ലാം ഹലാലായ മാർഗത്തിൽ ഇതിനെത്തോടുകൂടി ആക്കാൻ ശ്രമിക്കുക. പമ്പിച്ച പ്രതിഫലം അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിന്റെ മുഴുവൻ നിമിഷങ്ങളിലും നേടിയെടുക്കാൻ കഴിയും. നമസ്കാരം മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ആ ഒരു നിയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അശ്രദ്ധമായി കാണരുത്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഇന്ന് മുതൽ നമ്മൾ ആ ഒരു നിയത്ത് നമ്മുടെ മനസ്സുകളിൽ കൃത്യമാക്കാൻ നമ്മൾ ശ്രമിക്കട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുക. അവന്റെ അബ്ദുകളായി, ദാസന്മാരായി മാറാൻ ശ്രമിക്കുക. ആരാധനകൾ അത് ആത്മാവിന് വല്ലാത്ത ശാന്തി നൽകുന്ന കാര്യമാണ്. ലോകം പല പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന കാര്യമാണ് റബ്ബിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ. ആ ഒരു നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ഒരു സമാധാനം നേടിയെടുക്കാൻ കഴിയണം. മരിക്കാൻ കിടന്നാൽ പോലും എന്ന് പറഞ്ഞ് സമാധാനത്തോടുകൂടി ലോകത്ത് കടന്നു പോകാൻ കഴിയണം. ഈ ലോകത്തെ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ആ സമാധാനം കിട്ടില്ല. ഇവിടെ വലിയ വലിയ പദവികൾ നേടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമാധാനം കിട്ടില്ല. ഒരു അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സമാധാനം ജീവിതം നേടിയെടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയുക. മൂന്നാമത്തെ വിഷയം, മൂന്നാമത്തെ തൂണ് ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്
നന്മ പ്രവർത്തിക്കുക, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. നല്ലത് പ്രവർത്തിക്കുക. അള്ളാഹു നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ചെറിയ നന്മകൾ പോലും കണക്കാക്കപ്പെടും. അതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തും. അതിനെല്ലാം അള്ളാഹു പ്രതിഫലം നൽകും. ഞാൻ നമസ്കാരവും നോമ്പും മാത്രമായിട്ട് ഇങ്ങനെ പള്ളിയുമായി മാത്രം കഴിഞ്ഞു പോയാൽ അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. പ്രവാചകൻ ഈ ആയത്തിൽ തന്നെ പറഞ്ഞു, ആദ്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന്റെ നമസ്കാരം കൃത്യമാക്കണം. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞതാണ് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, നാട്ടിലുള്ള ആളുകൾ, പാവപ്പെട്ടവർ, അവരോട് പുഞ്ചിരിക്കുക, അവർക്ക് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക, ദഅവത്ത് നിർവഹിക്കുക, അവർക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. റിലീഫ് പ്രവർത്തനങ്ങൾ റമദാനിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, ഇനിയും നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുക. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടുകാരിൽ, നമ്മുടെ സഹപ്രവർത്തകരിൽ, നമ്മുടെ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവരുടെ വിജയത്തിന്റെ തൂണാണ്. അവരെയും ചേർത്ത് വെക്കാനും അവരെയും സഹായിക്കാനും അവരുടെ കൂടെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ജനങ്ങളിൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സഹോദരങ്ങളെ സ്ഥിരപ്പെടുത്തണം. അതോടൊപ്പം മനുഷ്യരോടും സഹജീവികളോടും നന്മ ചെയ്യണം. ഒരു പുഞ്ചിരി പോലും നന്മയാണ്. അവർക്ക് ചെയ്യുന്ന നല്ല വാക്കുകൾ നന്മയാണ്. വിശക്കുന്നവർ ഭക്ഷണം നൽകുന്ന നന്മയാണ്. അവരുടെ പ്രയാസത്തിൽ കൂടെ ഉണ്ടാകുന്നത് നന്മയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അള്ളാഹു നാലാമത്തെ കാര്യമായി പറഞ്ഞു, നിങ്ങൾക്ക് വിജയികളായേക്കാം. നാലാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിജയികളായേക്കാം. ദുനിയാവിന്റെ വിജയമല്ല ആ വിജയം എന്ന് അള്ളാഹു അവിടെ പരിചയപ്പെടുത്തുന്നത്, മറിച്ച് മരണാനന്തരമുള്ള ശാശ്വതമായ ഒരു ലോകത്ത് അവിടെയാണ് ആ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. എന്ത് പ്രയാസവും അതിനുവേണ്ടി നമ്മൾ സഹിക്കുന്നു. ഈ ചൂടിൽ നമ്മൾ കഷ്ടപ്പെടുന്ന എന്തിനാണ്? ദുനിയാവിലെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയാണ്. കഷ്ടപ്പെട്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എന്തിനാണ്? ഈ ദുനിയാവിലെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയാണ്. എന്നാൽ അത്രയെങ്കിലും ഒരു പരിശ്രമം അതിന് എത്ര ശതമാനം സഹോദരങ്ങളെ ആത്യന്തികമായ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. 4 കാര്യങ്ങളാണ് ഉത്തമയിലൂടെ സൂചിപ്പിച്ചത്. ഒന്ന്, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി അഥവാ ചെയ്യുക. സുജൂദുകളിലൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക. അതോടൊപ്പം എല്ലാ കർമ്മങ്ങളും അവന് മാത്രമായി ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു അബുദായി, ഒരു അടിമയായി മാറുക. അതോടൊപ്പം ലോകത്ത് നന്മയുടെ അടയാളങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ള ആളുകളെ പരിഗണിക്കുവാനും ചേർത്ത് വെക്കാൻ സാധിക്കുക. എങ്കിൽ നിങ്ങൾക്ക് വിജയികളായേക്കാം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അത്തരം വിശ്വാസങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയാക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നമ്മുടെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഉൾപ്പെടുത്തി മാറാണ്. സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ വചനത്തിലൂടെ വിശ്വാസിയുടെ വിജയത്തിന്റെ മാർഗങ്ങൾ, 4 തൂണുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തി വിജയികളായി തീരാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആൻ വായിക്കുന്നവരാണ്. നമ്മൾ ഖുർആൻ എല്ലാവരും വായിക്കുന്ന ഖുർആൻ പാരായണം പറയും. പക്ഷേ ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പലർക്കും വായനയുണ്ട്, അതുകൊണ്ട് ഒരു മനസ്സിലൊരു മാറ്റം, ഒരു ആശ്വാസം. പല നിലക്കുള്ള പ്രതിസന്ധികളെയാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിന് പല യുദ്ധത്തിന്റെ മുൻമുന്നണികളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിർഭയം നഷ്ടപ്പെട്ട ആയിരങ്ങളെ കാണുക. പ്രവാസികളായ സുഹൃത്തുക്കൾ പല നിലക്കുള്ള രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അലവഴികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഗ്യാസ് കിട്ടാനില്ല, പെട്രോളിന് ഡീസലിന് വില കൂടുന്നു, മറ്റു പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ. ഇങ്ങനെയുള്ള വലിയ വലിയ പ്രയാസങ്ങളുടെ നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന് പരിഹാരം? എങ്ങനെ നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടും? എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ അതിനുള്ള പരിഹാര മാർഗം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്താണ് അതിന്റെ പരിഹാര മാർഗം? പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ആ ഖുർആനിനെ ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഒരു വിശ്വാസി ശ്രമിച്ചാൽ തീർച്ചയായും അവന് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഖുർആൻ നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത് ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു.
പക്ഷെ അതിനുള്ള ശരിയായ വഴി പലപ്പോഴും പലർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വർഷങ്ങളായി നമുക്ക് ഡെയിലി ഖുർആൻ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പല സൂറത്തുകൾ അതിന്റെ ആഴങ്ങളിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള വഴിയാണ്. അതിനുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ആ യാത്രയിൽ ഇത് പഠനം മാത്രമല്ല, അതിന്റെ ഉള്ളിലേക്ക് ഓരോ ആയത്തിന്റെയും ഉള്ളിലേക്ക് ഇറങ്ങി അതപ്പോൾ നടത്തി അതിൽ എന്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും, ഈ നിലക്കുള്ള ഒരു പഠനമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പുതിയ ഈ വർഷം നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. 3 സൂറത്തുകളാണ് ഈ വർഷം പഠിക്കുന്നത്. സൂറത്തുൽ സബഹ്, സൂറത്തുൽ സജ്ദ, സൂറത്തുൽ അഹ്സാബ്. മൂന്നും വളരെ യോജിച്ച് പഠിക്കേണ്ട സൂറത്തുകൾ കൂടിയാണ്. സൂറത്തുൽ സബഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്ദിയും ഉത്തരവാദിത്വവും ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അത് പ്രതിപാദിക്കുന്നത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അത് അവരെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന വചനങ്ങളാണ് ആ സൂറത്തിലുള്ളത്. പണം, ജോലി, സൗകര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഏത് നിലക്കാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു സൂറത്താണ്. അതുപോലെ സൂറത്ത് സജ്ദ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മുന്നിലേക്ക് തലകുനിക്കുന്ന ഒരു വിശ്വാസം അറിഞ്ഞിരിക്കേണ്ട ഈമാനിനെ കുറിച്ച്, അതുപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ച്, മനുഷ്യന്റെ തുടക്കം മുതൽ ആരംഭം, അതിനുശേഷം മരണം, ആ മരണാനന്തര ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പഠിക്കാൻ കഴിയുന്ന വചനങ്ങളാണ് ഇവിടെ കടന്നുപോകുന്നത്. സൂറത്തുൽ അഹ്സാബിലും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളും സാമൂഹികമായ കാര്യങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങളും മുനാഫിക്കുകളും പ്രവാചകൻ അവരോട് ഉണ്ടായിട്ടുള്ള ആ സംഭവ വികാസങ്ങൾ, ഇതൊക്കെയാണ് ദീനിൽ ഉറച്ചു നിൽക്കാൻ ഏതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഒരു പ്രശ്നങ്ങളുടെ ഘട്ടത്തിലും ഫാമിലിയിൽ പല പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും, എല്ലാവരും പരാതി പറയാം. മക്കളുടെ കാര്യം, കുടുംബത്തിൽ വരാൻ ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ലാന്നൊക്കെ പറയാം. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇസ്ലാം ഉറച്ചു നിൽക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു എല്ലാം ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൽ അത്തരം കാര്യങ്ങളാണ് നമ്മളെ പരിചയപ്പെടുന്നത്. സഹോദരങ്ങളെ, ഡെയിലി ഖുർആൻ എന്ന് പറയുന്നത് ഒരു പഠനം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലൂടെ കടന്നുപോയി സമാധാനം കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് ആ യാത്രയിൽ നിങ്ങളും അതിന്റെ കൂടെ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് ഞായറാഴ്ച വരുന്നത്. അത് പഠിക്കാൻ വേണ്ടി അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാൻ കഴിയാവോ വലിയൊരു നിയമത്താണ്. അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതൊരിക്കലും തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക. അള്ളാഹു ആ ഒരു യാത്രയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ നമ്മുടെ പിരിവ് എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കളക്ഷൻ ജാമിയ സലഫിയ കുടിക്കലിന് വേണ്ടിയാണ്. ഈ ഡെയിലി ഖുർആൻ പഠനം അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ജാമിയ സലഫിയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ആ ഒരു പഠന സംരംഭം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജാമിയ സലഫിയ എന്ന് പറയുന്ന ആ കോളേജ് നമുക്കറിയാം 1000 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. ഇപ്പോൾ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ശരിയാ കോളേജ് ഉണ്ട്. ഖുർആനും ഹദീസും അതിന് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ, അവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികളാണ് കേരളത്തിലെ പല പള്ളികളിലും കുത്തുബ നിർവഹിക്കുന്നത്, പല പള്ളികളിലും ഇമാമത്ത് നിൽക്കുന്നത്, പല മദ്രസകളിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം നൽകുന്ന സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ മാസങ്ങളിൽ വമ്പിച്ച ചെലവാണ്, ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട്. നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങൾ നൽകുന്ന സംഭാവനകളാണ് അവിടെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ സഹായിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു നിയമത്താണ്. ആ നിയമത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഖുർആനുമായി ചേർന്ന് നിൽക്കുകയും ഖുർആന്റെ ആളുകളെ സഹായിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സഹോദരങ്ങളെ സദഖത്തുൽ ജാരിയ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. സദഖത്തുൽ ജാരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ എവിടെ പറഞ്ഞാലും മുഫാത്തായാലും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ അസ്നാത്തിന്റെ പട്ടികയിലേക്ക് അതിന്റെ നന്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ വിദ്യാർത്ഥികളുടെ നന്മ പ്രവർത്തനങ്ങളും അതിന്റെ സംരംഭത്തിന്റെ എല്ലാം കൂടി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബഖിയാത്ത് സ്വാലിഹാത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി അതിന്റെ കളക്ഷന് വേണ്ടി എല്ലാവരും സംഭാവന നൽകണമെന്ന് പ്രത്യേകം ഓർമ്മ കൊടുക്കുകയാണ്. പിശാച് പലപ്പോഴും നമ്മളോട് പറയും ഒന്നും കൊടുക്കരുത്, കാരണം കുറഞ്ഞു പോകും. ഭയം നൽകുന്നത് പിശാചാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞ കാര്യം, നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും കുറവ് വരില്ല. അള്ളാഹു ആ ഒരു നല്ല മനസ്സോട് കൂടി നിർവഹിക്കുവാനുള്ള, വെറുപ്പില്ലാതെ കൊടുക്കാനുള്ള മനസ്സഭാവം എല്ലാവർക്കും അനുഗ്രഹിക്കുവാനാണ്. മറ്റൊരു കാര്യം, ഡെയിലി ഖുർആന്റെ 9ാം ഘട്ട പുസ്തകം ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. പഠിതാക്കൾ എല്ലാവരും പുസ്തകം വാങ്ങണം. ഇനിയും ആ പഠനഭാഗത്തേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർ അതിന് പേര് നൽകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ റമദാൻ ക്വിസിന്റെ ചോദ്യപേപ്പർ കിട്ടാത്തവർ മേശപ്പുറത്തുണ്ട്, കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതിന് ഉത്തരം എഴുതി തിരികെ ലഭിക്കാൻ അവസാന തീയതി ഏപ്രിൽ 30-ാം തീയതിയാണ്.
റമദാനിലെ തറാവീഹിന് ശേഷമുള്ള ക്ലാസ്, ആ ക്ലാസ്സിനനുസരിച്ചാണ് അതിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് ആ ആളുകൾ, ആ ക്ലാസ് കേട്ടവരെല്ലാവരും തീർച്ചയായും പങ്കെടുക്കണം, അല്ലാത്തവർക്കും അത് പങ്കെടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, KNM ജില്ലാ സെക്രട്ടറി നിസ്ബർ സാഹിബിന്റെ സഹോദരൻ മരണപ്പെട്ടു. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും ആ സഹോദരനെയും ജന്നാത്തുൽ ഫിർദൗസിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹു അവർക്ക് ആഫിയത്ത് ഖബറിയായ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ലോകത്തെ മഗ്ഫിറത്തും റഹ്മത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രവർത്തകന്റെ ബന്ധുവിനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടാവാമോ? എല്ലാവിധ സഹായവും ആശ്വാസവും ആകട്ടെ. മാരകമായ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും നമ്മെ നമ്മുടെ നാടിനെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അവരുടെ പ്രയാസത്തെ മാറ്റി സമാധാനവും അമ്നിനെയും നൽകി കേൾക്കുമാറാകട്ടെ. സയനിസ്റ്റ് ശക്തികളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തുക. പലസ്തീന മണ്ണിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ സ്വതന്ത്രമായ ഒരു രാജ്യത്തെ അവർക്ക് നൽകി. അവരുടെ കാൽപാദങ്ങളെ നീ അടിയുറച്ചു. ഇസ്ലാമിന്റെ ശത്രുക്കളെ കൊണ്ട് തന്നെ പരാജയപ്പെടുത്തണേ. മാരകമായ അപകടങ്ങളിൽ രോഗങ്ങൾ നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കണേ. നാളെ പരലോകത്ത് മൻസബയിൽ വിശ്വാസികളിൽ സ്വർഗത്തിലേക്ക് കൂട്ടമായി നയിക്കുന്ന വിശ്വാസികളിൽ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് വിശുദ്ധത്തിൽ അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ റമദാനിൽ നിർവഹിച്ച കർമ്മങ്ങൾ തുടർത്തി ജീവിതത്തോടെയും കൊണ്ടുപോകാനുള്ള അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. റമദാനിന്റെ എല്ലാ കർമ്മങ്ങളും അല്ലാഹുവേ സ്വീകരിക്കണമേ. ربنا تقبل منا انك انت العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات برحمتك يا واسع الرحمه. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا